ദീർഘദൂര യാത്രക്കാർക്കിനി ആശ്വസിക്കാം. കഴിഞ്ഞ മാസങ്ങളിൽ കേരള ഹൈക്കോടതി നമ്മുടെ പെട്രോൾ പമ്പുകളിലെ ടോയ്ലറ്റുകൾ കസ്റ്റമേഴ്സിന് മാത്രം തുറന്നു കൊടുത്താൽ മതിയെന്നും പറഞ്ഞൊരു ഇൻട്രീം ഓർഡർ ഇറക്കിയായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മറ്റൊരു വിധി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. നാഷണൽ ഹൈവേയുടെ ഓരങ്ങളിൽ ഉള്ള എല്ലാ പെട്രോൾ പമ്പുകളിലെ ടോയ്ലറ്റുകളും പബ്ലിക്കിന് തുറന്നു കൊടുക്കണമെന്ന് ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. അതായത് കസ്റ്റമേഴ്സിന് മാത്രമല്ല പബ്ലിക്കിനും അവിടെ ആക്സസ് നൽകണം. അപ്പോൾ ഈ വിധിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, NH റോഡുകളുടെ സൈഡിൽ വന്ന ടോയ്ലറ്റുകൾ, അതായത് പെട്രോൾ പമ്പുകളിൽ വരുന്ന ടോയ്ലറ്റുകളെല്ലാം പബ്ലിക് ടോയ്ലറ്റുകളായിട്ട് പ്രഖ്യാപിക്കുകയും അത് 24/7 എന്ന രീതിക്ക് പബ്ലിക്കിന് തുറന്നു കൊടുക്കുകയും വേണം. NHന് ചുവടിലുള്ള അല്ല അകത്തേക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ സാധാ റോഡുകളുടെയും മറ്റും ഓരത്ത് വരുന്ന പമ്പുകളിലെ ടോയ്ലറ്റ് കസ്റ്റമേഴ്സിനും ലോങ് റണ്ണിൽ പോകുന്ന നമ്മുടെ ട്രാവലേഴ്സിനും വേണ്ടി തുറന്നു കൊടുക്കണമെന്നും കോടതി പറയുന്നുണ്ട്. അതുപോലെ ഈ ഓരോ പമ്പുകളിലും ഇവിടുത്തെ അമ്യൂണിറ്റീസും അതുപോലെ തന്നെ വാട്ടർ ഫെസിലിറ്റീസും പബ്ലിക്കിന് അവൈലബിൾ ആണ് എന്നുള്ള നോട്ടീസ് പതിക്കണമെന്നും പറയുന്നു. കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ആശ്വാസമാകുന്ന ഇത്തരമൊരു വിധി പറഞ്ഞുകൊണ്ട് OMCകളുടെ, അതായത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ ഈ കാര്യത്തിലുള്ള അഫിഡവിറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി ഈ കേസ് അടുത്തൊരു ഡേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ പേടിയോടെ കണ്ട അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമെന്ന് തോന്നിയ പബ്ലിക് ടോയ്ലറ്റുകളുടെ കാര്യത്തിൽ, പമ്പുകളുടെ ടോയ്ലറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം താൽക്കാലികമായിട്ട് ഉണ്ടായിരിക്കുകയാണ്. അതൊരു ആശ്വാസം തന്നെയാണ്. ദീർഘദൂര യാത്രക്കാർക്കും നമ്മുടെ പൊതുജനങ്ങൾക്കും വളരെ ഉപകാരപ്രദമായ രീതിയിൽ വന്ന കേരള ഹൈക്കോടതിയുടെ ഈ വിധിയെക്കുറിച്ചും കേരളത്തിലെ പബ്ലിക് ടോയ്ലറ്റുകളുടെ ഫെസിലിറ്റീസിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇനിയും കൂടുതൽ സൗകര്യങ്ങളിലേക്ക് നമ്മുടെ സംസ്ഥാനം ഈ കാര്യങ്ങളിലേക്ക് മാറേണ്ടതായിട്ടില്ലേ? നമുക്കൊരു തുറന്ന ചർച്ചയിലേക്ക് നീങ്ങാം. ഇത്തരമുള്ള നിയമപരമായിട്ടുള്ള എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഇത് വേണ്ടപ്പെട്ടവർക്ക് എത്തിച്ചു നൽകുക. ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് ആകാശ സട്ടത്തുമല്ല. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.